ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ മസ്കറ്റിലാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങളിവിടെ മസ്കറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പെരുന്നാളിൻ്റെ അവധിയൊക്കെ കിട്ടിയിട്ടുണ്ട്. 5 ദിവസമാണ് കേട്ടോ നമുക്കിവിടെ അവധി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വാദി ഹൊക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് കേട്ടോ. അവിടെ വെള്ളത്തിലൊക്കെ കളിക്കാനും നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 ഫാമിലിയാണ് കേട്ടോ. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്ന 4 ഫാമിലിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ വില്ലേജ് ഏരിയ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റോഡും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം സലാലയിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പം സലാല ഇപ്പോഴത്തെ ക്ലൈമറ്റും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഈ ടൈമിൽ പോയിട്ടും കാര്യമില്ല. നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഖരീഫൊക്കെ തുടങ്ങുമ്പോൾ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. വീണ്ടും സലാല ട്രിപ്പ് ബാക്കിലുണ്ട്. നമ്മളിപ്പോൾ അല്ല, ഖരീഫ് തുടങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോഴത്തെ ചൂടും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ടത് ഏർലി മോർണിംഗ് നല്ല രാവിലെയൊക്കെ പോകണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ട്. പിന്നെ 1 hour ട്രാവലിംഗ് ഉണ്ട് വാദി ഹൊക്കെയിലോട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് വാദി ഹൊക്കെയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ടൈമും കൂടി ആയപ്പോഴേ ചുടക്കൊന്ന് കുറഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ അങ്ങനെ ആരും പുറത്തോട്ട് ഇറങ്ങില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രതീക്ഷ മൊത്തം തെറ്റായിരുന്നു കേട്ടോ. നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് വാദി കാര്യങ്ങളൊക്കെ വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലേസ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പൊക്കെ കൂടി ഫോട്ടോസ് വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ എടുക്കാനായിട്ട് ചുമ്മാ കുറച്ച് വീഡിയോസ് ചെറിയ കുട്ടികള് കുട്ടികൾക്ക് പ്ലേ ഏരിയ ഒക്കെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. വേണ്ട. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കുട്ടികളടക്കം വെള്ളത്തിലിറങ്ങാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പോയത്. പക്ഷേ അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചേട്ടൻ അഭിലാഷ് ബ്രോ പറഞ്ഞു ഇവിടെ വേറൊരു വാദി, അതായത് വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പോയ വഴിക്ക് ഇച്ചിരി പണി മാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കുറച്ച് വഴി തെറ്റിട്ടോ.
പിന്നെ ആ പോയ വഴിക്ക് തന്നെ ഒരു വലിയൊരു പണ്ട് ഇവരൊക്കെ താമസിച്ചിരുന്ന വലിയൊരു കോട്ട പോലത്തെ, കോട്ട എന്ന് പറയാൻ പറ്റില്ല, അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു ഭാഗമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ ഒക്കെ കയറി ചുമ്മാ ഒരു ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അതൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം ഈ പോകുന്ന വഴിയായാലും നമ്മളിപ്പോൾ ഈ അങ്ങോട്ട് പോകുന്ന വഴി തെറ്റി പോയതാണെങ്കിലും നല്ല ഭംഗിയുള്ള നമ്മൾ പാലക്കാടത്തെ റോഡിലൊക്കെ പോകുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോട്ട പറഞ്ഞില്ലേ. അപ്പം ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സംഭവം അവിടുത്തെ കുട്ടികൾ ഒക്കെ കളിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അവർ പണ്ടൊക്കെ നമ്മൾ ഉണ്ണിച്ചോറും കൂട്ടാനും ഒക്കെ വെച്ച് കളിക്കില്ലേ, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുട്ടികളവരുണ്ടായില്ല, കാരണം ആ ഒരു സമയമായോണ്ടേ. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു പണ്ടത്തെ ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നടക്കൽ മുഷ്കിലായിരുന്നു കേട്ടോ.